നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാദമായ ബോയിംഗ് 747 ജെറ്റ് ലൈൻ വിമാനം ഖത്തർ സർക്കാരിൽ നിന്നും ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു. പുതിയ എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കുന്നതിന് വിമാനം എത്രയും വേഗം അപ്ഗ്രേഡ് ചെയ്യാൻ ട്രംപിന്റെ നിർദ്ദേശം. അപകടകരമായി സഞ്ചരിച്ച ഹെവി ട്രെയിലറുകൾക്കെതിരെ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 88 ട്രാഫിക് നിയമലംഘനങ്ങൾ. ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അബുദാബി പോലീസ്. സുരക്ഷിതമായി വാഹനമോടിക്കൂ എന്ന ക്യാമ്പയിനിലാണ് അറിയിപ്പ്. യുഎയിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് 3000 ദിർഹത്തിൽ നിന്നും 5000 ദിർഹമായി ഉയർത്താനൊരുങ്ങുന്നു. തീരുമാനം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അബുദാബിയിൽ നിന്നും ഇന്ത്യയിലെ മധുരയിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് ഒരു സർവീസ് കൂടി ആരംഭിക്കുന്നു. ജമ്മു കാശ്മീരിലെ കിഷ്തവാർ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ബ്ലോഗർ ജ്യോതി മൽഹോത്രയ്ക്ക് ഭീകരവാദികളുമായി ബന്ധമില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. മോദി സർക്കാരിന്റെ സൈനിക നടപടിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നു എന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചു എന്ന വിഷയത്തിൽ ആര് അധികാരം നൽകിയെന്നും രാഹുൽ. വാർത്തകൾ വിശദമായി. വിവാദമായ ബോയിംഗ് 747 ജെറ്റ് ലൈനർ വിമാനം ഖത്തർ സർക്കാരിൽ നിന്നും ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു. പുതിയ എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കുന്നതിന് വിമാനം എത്രയും വേഗത്തിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിലയിരുത്താൻ വ്യോമസേനയോട് നിർദ്ദേശിച്ചു. ഇത് ഖത്തറിന്റെ സമ്മാനം എന്നാണ് വൈറ്റ് ഹൌസ് വിശദീകരിച്ചത്. കഴിഞ്ഞയാഴ്ച വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുന്നതിനായി പ്രസിഡന്റ് ട്രംപ് ഖത്തർ സന്ദർശിച്ചപ്പോഴാണ് ഖത്തർ ജെറ്റ് വാഗ്ദാനം ചെയ്തത്. എല്ലാ ഫെഡറൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി ഖത്തറിൽ നിന്നുള്ള ഒരു ബോയിംഗ് 747 പ്രതിരോധ സെക്രട്ടറി സ്വീകരിച്ചു എന്ന് പെന്റഗൺ ചീഫ് വക്താവ് സീൻ പാഗ്നൽ ബുധനാഴ്ച ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. അപകടകരമാം വിധം സഞ്ചരിച്ച ഹെവി ട്രെയിലറുകൾക്കെതിരെ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 88 ട്രാഫിക് നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. ടയറുകളുടെ തകരാർ, ഹെഡ്ലൈറ്റിന്റെയും മറ്റും പിഴവ്, റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളുടെ അഭാവം, തെറ്റായ രീതിയിൽ ലോഡ് ചെയ്ത വാഹനങ്ങൾ എന്നിവയാണ് പ്രധാനമായും കണ്ടെത്തിയ നിയമലംഘനങ്ങൾ. 2025 ആദ്യ പാദത്തിൽ ആകെ 2638 ട്രെയിലറുകൾക്ക് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് ഉൾപ്പെടെ 6 പ്രധാന ലൊക്കേഷനുകളിലാണ് പരിശോധനകൾ നടന്നത്. 177 ട്രെയിലറുകൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ഈ പരിശോധനയിൽ 134 സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുകയും 88 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അബുദാബി പോലീസ്. സുരക്ഷിതമായി വാഹനം ഓടിക്കൂ എന്ന പ്രമേയത്തിൽ നടന്ന ക്യാമ്പയിനിലാണ് ഇക്കാര്യം അറിയിച്ചത്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കും വിധം ഈ സ്കൂട്ടർ പാർക്ക് ചെയ്യുക, അമിതമായി ചാർജ് ചെയ്യുക, ഒന്നിലേറെ പേർ കയറുക എന്നിവ പാടില്ല. ഈ സ്കൂട്ടറുമായി വാഹനങ്ങൾക്കിടയിലൂടെ ചീറിപ്പായുന്നത് ഗുരുതര അപകടങ്ങൾക്ക് കാരണമാകും. സുരക്ഷാ മുൻകരുതൽ എടുക്കാതെ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. പരിസ്ഥിതി സൗഹൃദ വാഹനമായ ഈ സ്കൂട്ടർ ഓടിക്കുന്നതിന് അബുദാബിയിൽ ലൈസൻസ് നൽകുന്നുണ്ട്. യുഎയിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് 3000 ദിർഹത്തിൽ നിന്നും 5000 ദിർഹമായി ഉയർത്താനൊരുങ്ങുന്നു. തീരുമാനം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം ചില ബാങ്കുകൾ ഇതിനകം പുതിയ നിരക്കുകൾ നടപ്പാക്കി തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. പുതിയ നയപ്രകാരം അക്കൗണ്ടിൽ ചുരുങ്ങിയത് 5000 ദിർഹം നിലനിർത്താൻ കഴിയാത്ത ഉപയോക്താക്കളിൽ നിന്നും ഓരോ മാസവും 25 ദിർഹമോ അതിലധികമോ ഫീസായി ഈടാക്കും. എന്നാൽ ക്രെഡിറ്റ് കാർഡ്, വ്യക്തിഗത ലോൺ, ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയവ നിലവിലുണ്ടെങ്കിൽ ഈ ഫീസ് ഒഴിവാക്കപ്പെടും. അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് ഒരു സർവീസ് കൂടി ആരംഭിക്കുന്നു. മധുരയിലേക്കാണ് നേരിട്ടുള്ള ഒരു സർവീസ് കൂടി ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ 13 സർവീസ് ആരംഭിക്കുന്നത്. ഇൻഡിഗോ അബുദാബിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന 16ാമത്തെ ഇന്ത്യൻ നഗരമാണ് മധുര. ഇന്ത്യയിലെ ഭുവനേശ്വർ, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്നും അബുദാബിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഇൻഡിഗോ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മധുരയിലേക്കും സർവീസ് തുടങ്ങുന്നതിന്റെ പ്രഖ്യാപനം എയർലൈൻസ് അധികൃതർ നടത്തിയത്. ഇനി GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.84 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.33 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 279.26 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 222.51 ഇന്ത്യൻ രൂപ. ഇനി നാഷണൽ വാർത്തകൾ. ജമ്മു കാശ്മീരിലെ കിഷ്തവാർ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ചാത്രൂ മേഖലയിലെ സിംഘപൂർ പ്രദേശം വ്യാഴാഴ്ച രാവിലെ സുരക്ഷാ സേന വളഞ്ഞതോടെ 3-4 ഭീകരവാദികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം.
ഇവർ ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളാണ് എന്നാണ് പുറത്തുവരുന്ന സൂചന. രഹസ്യവിവരം ലഭിച്ചതിന് പിന്നാലെ ജമ്മു കാശ്മീർ പോലീസ്, സൈന്യം, അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. രാജ്യ തലസ്ഥാനമായ ഡൽഹി ലക്ഷ്യമിട്ടെത്തിയ സ്ലീപ്പർ സംഘത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ തകർത്തു തരിപ്പണമാക്കി. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് പാക് ചാര സംഘടനയായ ISIയുടെ സ്ലീപ്പർ സംഘത്തെ പിടികൂടിയത്. ഇവർക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാലം, വ്യോമതാവളം, CGO കോംപ്ലക്സ്, ആർമി കണ്ടോൺമെന്റ്, ഡൽഹി കണ്ടോൺമെന്റ് എന്നീ കേന്ദ്രങ്ങളാണ് സ്ലീപ്പർ സംഘങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ബ്ലോഗർ ജ്യോതി മൽഹോത്രയ്ക്ക് ഭീകരവാദികളുമായി ബന്ധമില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ജ്യോതിക്ക് സൈന്യത്തെക്കുറിച്ചോ സൈനിക പദ്ധതികളെക്കുറിച്ചോ വിവരമില്ലായിരുന്നു എന്നും എന്നാൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ചിലരുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും ഹിസാർ പോലീസ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭീകരരുമായി ബന്ധമുണ്ടെന്നതിന്റെയോ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെയോ തെളിവുകളൊന്നും തന്നെ ഇവർക്കെതിരെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. മോദി സർക്കാരിന്റെ സൈനിക നടപടിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നു എന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചുവെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം പൊതു ഇടത്തിൽ ഇക്കാര്യം സമ്മതിച്ചതാണ് എന്നും ഇതിന് ആരാണ് അധികാരം നൽകിയതെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ ചോദിച്ചു. ദൂരപരിധി കൂടിയ ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി രാജ്യം മുന്നോട്ട് കുതിക്കുന്നു. മിസൈലിന്റെ ദൂരപരിധി 800 കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്ത്യയുടെ വിദഗ്ധരായ പ്രതിരോധ ഗവേഷകർ. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പും വികസന ഘട്ടത്തിലാണ്. വർഷകാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഹാരിസൺ മലയാളം സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് ജീവനക്കാർക്കായി കരുതൽ എന്ന പേരിൽ ബോധവൽക്കരണ സമാശ്വാസ പരിപാടി സംഘടിപ്പിച്ചു. ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസുകളും സ്വയം തൊഴിൽ പദ്ധതികളുടെ പരിചയപ്പെടുത്തലും ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ജീവനക്കാരുടെ മരണാനന്തര ധനസഹായ വിതരണവും കൽപ്പറ്റ MLA T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മേപ്പാടി സെന്റ് ജോസഫ് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ്, ജില്ലാ മെഡിക്കൽ ടീം, രാജഗിരി ട്രാൻസെന്റ്, പ്ലാൻ അറ്റ് എർത്ത്, സെന്റ് തെരേസാസ് കിഡ്സ് കോട്ടപ്പുറം തുടങ്ങിയവ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഹാരിസൺ മലയാളം ചീഫ് എക്സിക്യൂട്ടീവ് ചെറിയാൻ M ജോർജ്, മേപ്പാടി സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രകാശ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ദുരന്ത ബാധിതരായ ജീവനക്കാർക്ക് വേണ്ടി ക്ഷേമ പദ്ധതികളായ റിട്ടയർമെന്റ് വരെയുള്ള ഗ്രാറ്റുവിറ്റി, മരണാനന്തര ചടങ്ങുകളുടെ ചിലവ്, 100-നടുത്ത് കുടുംബങ്ങൾക്ക് മറ്റ് എസ്റ്റേറ്റുകൾ താമസ സൗകര്യം, വെള്ളാർമല വില്ലേജിൽപ്പെട്ട ദുരന്ത ബാധിതർക്കായി HML എസ്റ്റേറ്റിൽ തൊഴിലവസരം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങുമ്പോൾ അവശ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റ് എന്നിവ കമ്പനി നൽകി വരുന്നതായി ഹാരിസൺസ് മലയാളം ഹെഡ് HR വിനോദ് കുമാർ അറിയിച്ചു. കൂടാതെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട 33 ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കായി 3,14 ലക്ഷം രൂപയുടെ ധനസഹായവും ശേഷിച്ച 8 ജീവനക്കാരുടെ ധനസഹായ നടപടികൾ നടത്തിവരുന്നതായും വിനോദ് കുമാർ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദമായ ബോയിംഗ് 747 ജെറ്റ് ലൈൻ വിമാനം ഖത്തർ സർക്കാരിൽ നിന്നും ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു. പുതിയ എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കുന്നതിന് വിമാനം എത്രയും വേഗം അപ്ഗ്രേഡ് ചെയ്യാൻ ട്രംപിന്റെ നിർദ്ദേശം. അപകടകരമായി സഞ്ചരിച്ച ഹെവി ട്രെയിലറുകൾക്കെതിരെ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 88 ട്രാഫിക് നിയമലംഘനങ്ങൾ. ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അബുദാബി പോലീസ്. സുരക്ഷിതമായി വാഹനം ഓടിക്കൂ എന്ന ക്യാമ്പയിനിലാണ് അറിയിപ്പ്. UAE ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് 3000 ദിർഹത്തിൽ നിന്നും 5000 ദിർഹമായി ഉയർത്താൻ ഒരുങ്ങുന്നു. തീരുമാനം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അബുദാബിയിൽ നിന്നും ഇന്ത്യയിലെ മധുരയിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് ഒരു സർവീസ് കൂടി ആരംഭിക്കുന്നു. ജമ്മു കാശ്മീരിലെ കിഷ്തവാർ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ബ്ലോഗർ ജ്യോതി മൽഹോത്രയ്ക്ക് ഭീകരവാദികളുമായി ബന്ധമില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. മോദി സർക്കാരിന്റെ സൈനിക നടപടിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നു എന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചു എന്ന വിഷയത്തിൽ ആര് അധികാരം നൽകിയെന്നും രാഹുൽ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.